ഹായ് ഹലോ നമസ്കാരം. മല്ലുമല്ല കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അഫ്ഗാനി എഗ് കുർമയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തി, പൊറോട്ട, അപ്പത്തിൻ്റെ കൂടെ ഇതെല്ലാത്തിനോട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ അതേ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അടികട്ടിയുള്ള ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പോളം വെളിച്ചെണ്ണയാണ് ഞാനത് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് എണ്ണയാണ് വെച്ചാൽ അതെടുക്കാവുന്നതാണ്. മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എന്നിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളർ വരുന്ന വരയ്ക്ക് സവാള ഇതാണോ ഈ ഒരു ലെവൽ വരുന്ന വരയ്ക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. ഈ കറിക്കകത്ത് എണ്ണ അല്പം കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് കുറയ്ക്കാവുന്നതാണ്. പക്ഷേ ഒരുപാട് കുറയരുത്. കുറച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും. ഓക്കെ, സെറ്റാണ്. ഇത്രയും മതി. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന സവാളയെ നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. പിന്നെ 6-7 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് അതിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ 3/4 കപ്പായാലും കുഴപ്പമില്ല. അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് വരാം. ഇതാണ്ടോ നല്ലപോലെ അരച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മീഡിയം സൈസ് സവാള നിലത്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് വരാം. ഇതാണോ അരച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനതൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിലേക്ക് 5 കോഴിമുട്ട പുഴുങ്ങിയത് അത് നമുക്ക് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണോ ഈ ഒരു ലെവൽ വരുന്ന വരയ്ക്ക്. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. വീണ്ടും അതേ എണ്ണയിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. കണ്ടോ നല്ലപോലെ കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് തക്കാളി, പച്ചമുളക് അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് കൈയെടുക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, ഇതാണോ സെറ്റാണ്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ സവാള കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കി വെച്ചത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, വേണ്ടോ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാ പച്ചവെള്ളമാണ്, അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇതാ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 30 സെക്കൻഡ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇതാണ്ടോ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സെറ്റായിരുന്നു. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ്ടോ ഗ്രേവിയൊക്കെ കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോഴിമുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, സെറ്റാണ്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം. തികച്ചും ഓപ്ഷനാണ്. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തിയാണ്, അത് നമുക്കിങ്ങനെ മേൽക്കൂടി ഇട്ട് കൊടുക്കാം. ഇതും ഓപ്ഷനാണ്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി കുറച്ച് മല്ലിയിലയാണ്, അതും കൂടി നമുക്കൊന്ന് മേലക്കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണത്. നല്ല മുട്ടക്കുറുമ എന്ന് പറയും. പക്ഷേ ഇത് അഫ്ഗാനി സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ ഒരു സിമ്പിളായിട്ടും നമ്മൾ ഇതുവരെ കാണാത്തതും നമ്മളത് ചെയ്യാത്തതും ഒരു റെസിപ്പി അല്ലേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക്